നടനും ടി.വി.കെ അധ്യക്ഷനുമായ വിജയ് ഡൽഹിയിലെ CBI ഓഫീസിലെത്തി. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിനായാണ് വിജയ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലാണ്. വിജയ് ഹാജരായിരിക്കുന്നു. വിവരങ്ങൾ. പൂജ, അല്പസമയം മുൻപാണ് തമിഴ് സൂപ്പർ താരവും ടി.വി.കെ അധ്യക്ഷനുമായിട്ടുള്ള വിജയ് CBI ആസ്ഥാനത്തേക്ക് എത്തിയത്. 11 മണിയോട് തന്നെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലും ആരംഭിക്കും എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വ്യക്തത കഴിഞ്ഞ ദിവസം, അതായത് ജനുവരി 12-ാം തീയതി വിജയ് CBIക്ക് മുൻപാകെ ഹാജരായിരുന്നു. ഏകദേശം 90 ചോദ്യങ്ങളാണ് CBI വിജയ്ക്ക് മുൻപിൽ വെച്ചത്. അതിൽ പലതിനും കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിരുന്നു. എന്നാൽ മറ്റു ചില കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് വിജയുടെ ഭാഗത്തു നിന്ന് തന്നെ. അതായത് എന്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതിൽ വിജയ് 7 മണിക്കൂറിലധികം വൈകി എന്ന കാര്യവും, അതുപോലെ തന്നെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായി എന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും നടപടി എടുത്തിരുന്നോ, അതായത് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി എന്തെങ്കിലും നടപടി എടുത്തിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിജയും ടി.വി.കെയും ആദ്യഘട്ടം മുതൽ തന്നെ ആരോപിച്ചിരുന്നൊരു കാര്യമാണ് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. പോലീസിന്റെ ഭാഗത്തുനിന്നും പ്രാദേശിക ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും DMK-യുടെ ഭാഗത്തുനിന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ ദുരന്തത്തിൽ എന്നുള്ള കാര്യം. അതിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം മൊഴി CBI നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. വിജയെ 12-ാം തീയതി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഇവിടെ അന്നത്തെ സമയത്ത്, ഈ കരൂർ ദുരന്ത സമയത്ത് അവിടെ സായുധ സേനയുടെ ADGP ആയിരുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴികൾ തമ്മിൽ ഒത്തുനോക്കി വിജയ് പറയുന്നതിൽ എത്രത്തോളം തന്നെ കൃത്യമായിട്ടുള്ള മറുപടികളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നെന്തായാലും നടക്കാൻ പോകുന്നത്. അത് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അത്രത്തോളം ദൈർഘ്യത്തിൽ വിജയെ ചോദ്യം ചെയ്യില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ ഏതെല്ലാം കാര്യത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടു പോകുന്നുണ്ട് അർജുൻ? ഇപ്പോൾ ഒന്ന് ടി.വി.കെയുടെ പ്രതികരണം ഏതെങ്കിലും വിധത്തിൽ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലാണ് എന്ന് പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ വന്നപ്പോൾ തന്നെ എന്തുകൊണ്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നു എന്നുള്ള ചോദ്യം മറ്റു പാർട്ടികളിൽ നിന്ന് പോലും ഉയർന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ തരത്തിൽ ഏതെങ്കിലും പ്രതികരണമൊക്കെ മുന്നിൽ വരുന്നുണ്ടോ? പൂജ, ഇതിൽ ടി.വി.കെയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ എന്തുകൊണ്ട് ഡൽഹി എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. DMK-യുടെ ആരോപണമാണ് അത് BJP-യുടെ സമ്മർദ്ദ തന്ത്രമാണ് എന്നുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ടി.വി.കെ അതിൽ വലിയ രീതിയിലുള്ള വിശദീകരണം നടത്തിയിട്ടില്ല. അന്ന് 12-ാം തീയതി വിജയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം ടി.വി.കെ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയത് വിജയ് എല്ലാ ചോദ്യത്തിനും കൃത്യമായിട്ട് തന്നെ ഉത്തരം നൽകിയിട്ടുണ്ട്, അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്, ഒരു സാക്ഷി എന്ന നിലയിലാണ് വിജയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നും അതിന് വേണ്ട എല്ലാ സഹകരണവും വിജയുടെ ഭാഗത്തുനിന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്നും നൽകുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയായിരുന്നു ടി.വി.കെ ഔദ്യോഗികമായി തന്നെ വിശദീകരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ വരുന്നത് അത് കഴിഞ്ഞ ദിവസം തന്നെ ഈ സമൻസ് നൽകിയാണ്. പക്ഷേ പൊങ്കൽ ആഘോഷങ്ങളുണ്ട്, അതുകൊണ്ട് അതിനുശേഷം മാത്രമേ തനിക്ക് വരാൻ സാധിക്കുള്ളൂ എന്ന് വിജയ് തന്നെ പറഞ്ഞത് പരിഗണിച്ചാണ് ഇന്നത്തേക്കിപ്പോൾ CBI സമൻസ് നൽകിയതും വിജയ് പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വിജയ് ഇപ്പോൾ CBI ഓഫീസിൽ ഹാജരായിട്ടുണ്ട് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട്. ആദ്യഘട്ടത്തിൽ 6 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തിരുന്നത്. അർജുൻ പീതാംബരനാണ് തത്സമയം വിവരങ്ങൾ നൽകിയത്.